കണ്ണൂരിലെ CPIM പ്രാദേശിക നേതാവ് കെ ലതീഷിന്റെ കൊലപ്പെടുത്തിയ കേസിൽ BJP RSS പ്രവർത്തകരായ 7 പ്രതികൾക്ക് ജീവപര്യന്തം. 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, എന്താണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? ഈ 1 മുതൽ 7 വരെ പ്രതികളുടെ പേര് ഇങ്ങനെയാണ്. ഇവർ BJP RSS പ്രവർത്തകരാണ്. തലശ്ശേരിയിലെ പ്രാദേശിക. അവർ നിതിൻ, സനൽ, സ്മിജോഷ്, സജീഷ്, ജയേഷ്, പ്രജീഷ് ബാബു സുമിത്ത് ഈ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചത്. കൊലപാതകം ഉൾപ്പെടെ 5 വകുപ്പുകളാണ് കോടതിയിൽ തെളിഞ്ഞത്. ആകെ 35 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി. ആകെ ഈ കേസിൽ 12 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 8ാമത്തെ പ്രതി മരിച്ചുപോയി ഈ വിചാരണ കാലയളവിനിടയിൽ. ബാക്കി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരുന്നു. 12ാമത്തെ പ്രതി തലശ്ശേരി നഗരസഭയിലെ മുൻ BJP കൗൺസിലർ കൂടിയായിരുന്നു. ഗൂഢാലോചന കുറ്റത്തിനായിരുന്നു ഇയാളെ പ്രതി ചേർത്തിരുന്നത്. ഇയാളെയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. 2008 ഡിസംബർ 31 ഈ സംഭവം നടക്കുന്നത്. തലശ്ശേരിയിലെ തലായിൽ അവിടുത്തെ ഒരു പ്രാദേശിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഈ ലതേഷ് എന്ന് പറയുന്നത്. അവിടുത്തെ ഈ BJP RSSുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ആദ്യം ഒരു സംഘം BJP RSS പ്രവർത്തകർ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം പട്ടാപ്പകൽ ലതീഷിനെ ഒരു വീട്ടിലേക്ക് ഓടിച്ചു കയറ്റി അവിടെ വെട്ടി കൊലപ്പെടുത്തിയത്. ഈ ലതീഷിന്റെ ഒരു കൂട്ടുകാരനെയും സുഹൃത്തിനെയും അന്ന് ഈ RSS പ്രവർത്തകർ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. മോഹൻലാൽ എന്നാണ് അയാളുടെ പേര്. പിന്നീട് ഈ വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കിടയിൽ നിരവധി സാക്ഷികൾ കൂറുമാറി. CPIM ആരോപിച്ചിരുന്നത് അന്ന് ഈ RSSന്റെ ഭീഷണി കാരണമാണ് അന്ന് ഇവർ കൂറുമാറിയെന്നാണ്. അതിൽ ഈ RSS പ്രവർത്തകർ അന്ന് വെട്ടി പരിക്കേൽപ്പിച്ച മോഹൻലാൽ ഉൾപ്പെടെ ഈ കേസിൽ വിചാരണയ്ക്കിടയിൽ കൂറുമാറിയിരുന്നു. പിന്നീട് ഈ സാഹചര്യ തെളിവുകളുടെയും ചില സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ ഈ കൊലപാതകം നടത്തിയെന്ന് തെളിഞ്ഞത്. ഈ വെറുതെ വിട്ടവർ, അതിൽ ബോംബെറിഞ്ഞ കേസിൽ പ്രതിപട്ടികയിൽ ചേർത്തവരെയാണ് ഈ വെറുതെ വിട്ടത്. ഇതിൽ ഒരാൾ ഗൂഢാലോചന കുറ്റം ചുമത്തി പ്രതിപട്ടികയിൽ ചേർത്തവരുമാണ്. എന്തായാലും ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഈ ലതീഷിന്റെ കൊലപാതകം. 2008 ഡിസംബർ 31 ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ് ഈ കൊലപാതകം നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.